ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അല്ല ക്ലാസിക് എന്ന് പറയുന്ന ഒരു മലേഷ്യയിൽ തന്നെ കൊലലംപൂരിൽ തന്നെയുള്ള ഒരു എന്താ പറയുക സലോണിലാണ്. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് വന്നിരുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് ബോഡിലി സ്ട്രെയിറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% കെമിക്കൽസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. 90% നമ്മുടെ ഹെയർ നറിഷ് ചെയ്യുന്ന ഒരു അതായത് സംഭവങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അവർ ഹെയർ വാഷ് ആദ്യം തന്നെ ഒരു ഡയഗ്നോസിങ് ആയിരുന്നു ചെയ്തത്. നമ്മുടെ തലമുടിയുടെ ടൈപ്പും അതും ഇതും പിന്നെ എൻ്റെ ഫേസിന് ചേരുന്ന എന്ത് ഹെയർ സ്റ്റൈല് എന്നൊക്കെയുള്ളത്. അത് കഴിഞ്ഞിട്ട് അവർ വാഷ് ചെയ്തു. പിന്നെ അവരെന്തോ സാധനം അപ്ലൈ ചെയ്തു. പിന്നെ അതിന് ശേഷം അവർ അതായത് അവർ ലോ ഹീറ്റിലാണ് അവർ സ്ട്രെയിറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ കേട്ടോ. ഭയങ്കര അടിപൊളി സർവീസായിരുന്നു. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ അത് എപ്പോഴെപ്പോഴും എന്നിട്ട് വേണോ എന്ന് ചോദിച്ചാൽ റീഫില്ലിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിന് ശേഷം ഞാൻ മിൽബൺ ട്രീറ്റ്മെൻറ്റ് കൂടിയും ചെയ്തു. ഓളോപ്ലെക്സ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ തന്നെ വേറൊരു മിൽബൺ എന്ന് പറയുന്ന വേറൊരു കമ്പനിയുടെയാണ് ഞാൻ ചെയ്തത്. നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു. എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 10% കെമിക്കൽസേ യൂസ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത് ഇവർ ഈ കഴുകി കഴിയുമ്പോൾ തന്നെ ഭയങ്കര ചേഞ്ച് മനസ്സിലാക്കാനുണ്ട്. മൂന്നാമത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് സാധാരണ റീബോണ്ടിങ് ചെയ്യുന്ന അത്രയും ടൈം ഇത് എടുക്കില്ല. ഇതാണ് റിസൾട്ട്. എൻ്റെ തലമുടി ഇരിക്കുന്നത് കണ്ടോ, എന്ത് രസമല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ആൻഡ് ദേ വർ ഡൂയിങ് എൻ അമേസിങ് ജോബ്. ഞാൻ അവരുടെ സർവീസിലും അവരുടെ ജോബിലും ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ബിഫോർ ഹെയർ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ ചെന്നപ്പം എൻ്റെ തലമുടി ഇരുന്നത് കേട്ടോ. ഇപ്പം ആഫ്റ്റർ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ ഉള്ള തലമുടിയുടെ സ്റ്റൈല്. എന്ത് വ്യത്യാസം ഉണ്ടല്ലേ, സൂപ്പറാണ്. അപ്പം ബോഡിലി സ്ട്രെയിറ്റ് ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ വൈകിട്ട് പൊക്കറ്റ് പിൻഡാങ്ങിലായിട്ട് തന്നെയാണ് വെച്ച് പിടിച്ചത്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ അത്താഴം കഴിക്കാൻ മിക്കപ്പോഴും അവിടെ തന്നെയാണ് പോയത്. സ്ട്രീറ്റ് ഫുഡൊക്കെ അടിച്ച് അങ്ങനെ ഓരോ ദിവസം വെറൈറ്റി ഫുഡുകളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത്. പിന്നെ ഇവിടുത്തെ വൈബ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈബാണ് നൈറ്റ് ലൈഫ്. ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇങ്ങനെ ക്രൗഡായിട്ടുള്ള എന്നാൽ കുറേ സ്ട്രീറ്റ് ഫുഡും ഒക്കെയുള്ള ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ലൈറ്റും കുറേ സ്റ്റോളും ഒക്കെ. ഇതൊന്നും ഞങ്ങൾക്ക് അവിടെ സ്വിറ്റ്സർലൻഡിലില്ല അൺഫോർച്ചുനേറ്റ്ലി. സോ ഞാൻ ഏഷ്യൻ കൺട്രീസിന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു സംഭവം ഇതാണ്. പിന്നെ ഞങ്ങളിവിടെ വന്ന് ഒരു കടയിൽ കയറി. സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് നമ്മൾ കഴിച്ചത്, പക്ഷേ അവരുടെ ഉള്ളിലുള്ള സ്ഥലത്താണ് ഇരുന്നത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ടൈഗർ പ്രോൺസ്, അതായത് ബട്ടർ ഗാർലിക് ഇതിലാണ് മേടിച്ചത്. പിന്നെ എന്തൊക്കെയോ മേടിച്ചു, മറന്നുപോയി കേട്ടോ. പക്ഷേ കിടുക്കാച്ചി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. ഇതാണ് അവർ ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. സൂച റെസ്റ്റോറൻറ്റ് എന്നായിരുന്നു. ഈ സ്ട്രീറ്റിൽ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അവിടെ നമുക്ക് പുറത്തിരിക്കാനും ഉള്ളിലിരിക്കാനും ഇതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലാണ് ഇരുന്നത് കേട്ടോ. പിന്നെ ഇതാണ് അവിടുത്തെ വഴിയോര കാഴ്ചകൾ. ക്രാബ് ഇത് വരുന്ന ദിവസം ഞങ്ങൾ കഴിക്കുന്നുണ്ട്, ബിക്കോസ് എനിക്ക് ക്രാബ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം ഞാൻ പ്രോൺസിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൂ. ഇത് അവിടെ ഇങ്ങനെ വഴിയോര സ്റ്റോളിലുള്ളതാണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ളത്. ഇതിന് ശേഷം ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരു മസാജിന് കയറി. മസാജ് ഇല്ലാതെ എന്ത് പരിപാടി. ഇവിടെ വരുമ്പോൾ ഏറ്റവും അത്യാവശ്യം എൻജോയ് ചെയ്യേണ്ട സംഭവമാണല്ലോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.